എന്താ കാതറെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ച് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്കെതിരെ ഒരു FIR വന്നു, ആ FIRനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വാർത്ത കൊടുത്തോ? ഒരു തെറ്റുമില്ല, നിങ്ങൾ കൊടുത്തോ. എനിക്ക് വാർത്തയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ രാജ്യം കടന്നു, ഞാൻ സംസ്ഥാനം കടന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കഴിഞ്ഞ ജനുവരി 27-ന് ജില്ല കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനർ ഇല്ലാതെ 2,000-3,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 5 ദിവസം കൊണ്ട് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു കാസർഗോഡ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട്. ആ വാർത്ത എന്നെ കുറിച്ച് ഇപ്പോ നെഗറ്റീവായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര മാധ്യമങ്ങൾ ചെയ്തു, ഹൈപ്പ് കൊടുത്ത് ചെയ്ത ഒരു വാർത്ത നിങ്ങൾ കാണിച്ച, നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ വാർത്ത കവർ ചെയ്യാൻ വന്നിട്ട്, അതായത് ഞങ്ങളുടെ പ്രതിഷേധ മാർച്ച് കവർ ചെയ്തിട്ട് അത് പൂഴ്ത്തി വെച്ചവരല്ലേ നിങ്ങൾ. അത് നിങ്ങൾ എന്നോട് എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി പരാതിക്കാരന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്വർഗം, ഹക്ക്, സത്യസന്ധതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ പരാതിക്കാരാ, എടാ നീ ആ കമ്പനിയിൽ നിന്ന്, അതായത് എൻ്റെ കമ്പനിയിൽ നിന്ന്, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലുള്ള, ഞാനടക്കം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോയി 1 വർഷം കഴിഞ്ഞിരിക്കാം. അവനോട് അത് ചോദിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതൊക്കെ, നോ റിപ്ലേസ്. എന്നിട്ട് അവസാനം ഇത് ചോദിച്ച എന്റെ കർണാടകക്കാരനായിട്ടുള്ള ഗാളിമുഖ സ്വദേശിയായിട്ടുള്ള എന്റെ പാർട്ട്ണറായ ഈ ഷഹാക്കിനെ അവന്റെ നാടിനെ വെച്ച്, അവന്റെ നാട്, നീ ഗാളിമുഖക്കാരനല്ലടാ, നീ എന്ത് ചെയ്യും എന്നാണ് ഇവൻ ചോദിച്ചത്. അതെന്താടാ, ഗാളിമുഖക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു നാടിനെ നിസ്സാരവൽക്കരിക്കരുതടാ. നീ അവിടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവന് ഈ വിഷയമൊക്കെ ആയതിനു ശേഷം അയച്ചൊരു വോയിസ് ഉണ്ട്, നിങ്ങൾ ഇത് കേൾക്കണം. ദുബൈയിലൊക്കെ കച്ചവടം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കേൾക്കണം. ഈ വിഷയം ആയതിനു ശേഷം ഇവൻ എന്റെ പാർട്ട്ണറിന് അയച്ചൊരു വോയിസാ, കേട്ടേക്ക്. പക്ഷെ നിന്റെ ഓഫീസിൽ നീ കയറാക്കിക്കോ, ഞാൻ വിളിക്കുന്നത് മേജർ നാസറിന്റെ സിഐഡിന്റെ ഓഫീസിൽ പാരക്കൊക്കെ കയറും. അതെ, വല്ല ശ്രദ്ധിച്ചോ, സ്റ്റാഫിനെല്ലാം പറഞ്ഞയച്ചു കേട്ടോ. അതായത് ഇവന് CID അയക്കൂന്ന്, കടൻ കിട്ടാത്തപ്പോ ചോദിച്ചപ്പോ നിന്റെ CID അയച്ചിട്ട് നിന്റെ സ്ഥാപനം പൂട്ടുന്നാ പറഞ്ഞത്. ദുബൈയിലുള്ള ആൾക്കാരൊക്കെ ഇവനെ ശ്രദ്ധിച്ചു വെച്ചോട്ടാ. ഇനി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചായ കുടിക്കുന്ന CCTV ഒക്കെയുള്ള എൻ്റെ ജന്മനാടായിട്ടുള്ള എൻ്റെ അണങ്കൂരിലേക്ക്, ആ CCTVന്റെ അണ്ടറിലേക്ക് പ്ലാൻ ചെയ്തിട്ട് ഇവനെ തല്ല ഞങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ബൈ. മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാവരും ഖാദർ കരിപ്പൊടിയെ ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഖാദർ കരിപ്പൊടി ഇതാ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറീസും വീഡിയോസും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു.